അമേരിക്ക പറയുന്നതെന്ത് പ്രവർത്തിക്കുന്നതെന്ത് നമുക്കറിയില്ല. ഏതായാലും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക ഏതാണ്ട് 10-20 വർഷത്തെ അധിനിവേശനത്തിന് ശേഷം അമേരിക്ക തിരിച്ചുപോയി. തിരിച്ചു പോകുമ്പോൾ ഒരുപാട് ആയുധങ്ങളും സംവിധാനങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. ആളുകൾ അത്ഭുതപ്പെട്ടു, എന്തിനാണ് കോടിക്കണക്കിന് ഡോളർ വിലയുള്ള ആയുധങ്ങൾ, ടാങ്കുകൾ ഒക്കെ ഉപേക്ഷിച്ചിട്ട് പോയത്. ഇപ്പോൾ അതിനൊരു ഉത്തരം വരുന്നുണ്ട്. അമേരിക്കയ്ക്ക് അതൊക്കെ തിരിച്ചു വേണം. ട്രംപിൻ്റെ കാലത്ത് അമേരിക്ക വീണ്ടും അഫ്ഗാനിലേക്ക് പോവുകയാണ്. പോകും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ സേനയെ അഫ്ഗാനിസ്ഥാനിൽ നിലനിർത്തും എന്നും പറഞ്ഞിട്ടുണ്ട്. ബഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു താവളം അമേരിക്കയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു, വ്യോമതാവളം. അതൊരു ചെറിയ വിമാനത്താവളം എന്നൊന്നും കരുതിയാൽ തെറ്റിപ്പോയി. 30 മൈല്, ചതുരശ്ര മൈൽ ഉള്ള സ്ഥലമാണത്. അതിൻ്റെ അകത്ത് നീന്തൽക്കുളം, സ്പാ തിയേറ്ററുകൾ, എല്ലാ സൗകര്യമുള്ള പട്ടാളക്കാർക്കൊക്കെ പാർപ്പിടവും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് ഈ ബഗ്രാം എന്ന് പറഞ്ഞ താവളം. അത് ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമതാവളങ്ങളിൽ ഒന്നാണെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ അമേരിക്ക പോകുന്നത് അഫ്ഗാനിസ്ഥാന്റെ കുഴപ്പം കൊണ്ടല്ല പോകാൻ പോകുന്നത്. ഞങ്ങൾ പോകാൻ പോകുന്നത് ഇപ്പോൾ ബഗ്രാം വ്യോമതാവളം ചൈനയുടെ കയ്യിലാണ്. അത് അങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞങ്ങൾ പോയി അത് കൈവശപ്പെടുത്താൻ പോവാണ് എന്ന്. അമേരിക്ക ബിൽഡ് ചെയ്താണത്, റഷ്യ ബിൽഡ് ചെയ്തതാണ് 1950s. അതെ, 2001 മുതൽ അമേരിക്കയുടെ റഷ്യ ബിൽഡ് ചെയ്തെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കാലത്ത്. അതെ, അതിനുശേഷം അമേരിക്കയുടെ കയ്യിൽ വന്നു. അമേരിക്ക ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒരുപാട് നടത്തി, ഡെവലപ്മെന്റ് വിപുലമാക്കി താവളം. അപ്പോ ചൈനീസ് സ്വാധീനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബഗ്രാമിൽ ഒരു ചെറിയ സേനയെ നിർത്തും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ചൈനയുടെ ആണവ കേന്ദ്രങ്ങൾക്ക് അടുത്താണ് ഈ ബഗ്രാം താവളം. ഇവിടെ നിന്ന് 1 മണിക്കൂർ സഞ്ചരിച്ചാൽ മതി. ട്രംപ് പറഞ്ഞു തന്നെയാ 1 മണിക്കൂർ ആ വ്യോമതാവളങ്ങളിലേക്ക് എത്താൻ ചൈനയുടെ. അപ്പോൾ ഒരു ഡിറ്ററന്റ് എന്നുള്ള നിലയ്ക്കും ഞങ്ങൾ അവിടെ ചെല്ലാൻ പോകുന്നു. ചൈനയെ ഒന്ന് പ്രഷറൈസ് ചെയ്യുക എന്നുകൂടിയാണ്. വേറെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ അമേരിക്ക ഇനിയൊരു സൈനിക താവളം വരുന്നത് നമുക്ക് PO ഒക്കെ പിടിക്കാനും ഒക്കെ എളുപ്പമാണ്, സഹായമായിരിക്കും. അപ്പോൾ അന്ന് ഈ ബൈഡന്റെ കാലത്ത് ഈ സേനയെ പിൻവലിച്ചത് ട്രംപിനെ അത്ര പിടിച്ചിട്ടില്ല, മറ്റേ അഫ്ഗാനിസ്ഥാൻ വിട്ടു പോയത്. ഇപ്പോൾ ഈ ബഗ്രാമിൽ സേനയെ കൊണ്ട് നിർത്തും എന്ന് ട്രംപ് പറഞ്ഞത് അഫ്ഗാനിസ്ഥാനും പിടിച്ചിട്ടില്ല. അപ്പോൾ താലിബാൻ ഇത് റിജക്റ്റ് ചെയ്തു. ചൈനയുടെ കയ്യിലൊന്നുമല്ല ഈ ബഗ്രാം ഇരിക്കുന്നത്, ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ് എന്ന് ഈ താലിബാൻ വക്താവ് നസീഹുള്ള മുജാഹിദ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രംപിൻ്റേതൊരു വൈകാരിക പ്രതികരണമാണ്. താലിബാൻ്റെ കയ്യിൽ തന്നെയാണ് ഈ ബഗ്രാം ഇരിക്കുന്നത്. അതത്ര വിശ്വസിക്കാവുന്ന തരത്തിലല്ല നിൽക്കുന്നത്. അത് പറയാം. ഇത് ചരിഘറിൽ നിന്ന് 11 കിലോമീറ്റർ പർവാൻ പ്രവിശ്യയിലാണ് ഈ താവളം, ഈ വ്യോമതാവളം ബഗ്രാം. 20 കൊല്ലം അമേരിക്കയുടെ കയ്യിൽ നിന്നപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമതാവളം ഇത് തന്നെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമതാവളം. 30 മൈൽ എന്ന് പറയുമ്പോൾ എത്ര കിലോമീറ്റർ ആയിരുന്നു. ഈ ശക്തമായ റൺവേ ആണ് അവിടെ ഉള്ളത്. അത് ട്രംപ് കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ പറഞ്ഞു. ശക്തമായ റൺവേ ആയിരുന്നു, ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള താവളവുമായിരുന്നു ട്രംപും പറഞ്ഞു. 1950s സോവിയറ്റ് യൂണിയൻ പണിതത്. 1979 ശേഷം, 1979 ഭരണ അട്ടിമറി വരുന്നത്. അതിനുശേഷം സോവിയറ്റ് യൂണിയൻ്റെ താവളമായിരുന്നു. 2001 അമേരിക്കയുടെ കയ്യിൽ വന്നു. അത് ഒസാമ ബിൻ ലാദനെ പിന്തുടരുന്ന കാലത്താണ് ഇത് അമേരിക്കയുടെ കയ്യിലുണ്ടായിരുന്നത്. 2001 ഡിസംബറിൽ അമേരിക്കൻ സഖ്യസേന അവിടെ ഇരിപ്പുറപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ്റെ ഗ്വാണ്ടനാമോ ആണ് ഇത് എന്ന് ഇതിനൊരു ദുഷ്പേരുണ്ട്. എന്താണെന്ന് വെച്ചാൽ CIA ഈ താവളത്തിൽ കൊണ്ടുവന്നിട്ടാണ് ഈ താലിബാൻ ഭീകരന്മാരെയൊക്കെ ചോദ്യം ചെയ്തിരുന്നത്. അതെ, അതാണ്. അതുകൊണ്ട് അമേരിക്കയുടെ അഫ്ഗാന്റെ ഗ്വാണ്ടനാമോ എന്ന് പറഞ്ഞു. അൽഖേദയെ പിടിച്ച് ചോദ്യം ചെയ്തിരുന്ന സ്ഥലമാണിത്. അപ്പോൾ 10,000 ഭടന്മാർ അമേരിക്കയുടെ ഇവിടെ ഉണ്ടായിരുന്നു. നീന്തൽക്കുളം, തിയേറ്റർ, സ്പാ, ഫാസ്റ്റ് ഫുഡ് ജോയിൻസ് ഉണ്ടായിരുന്നു, പിസ്സ ഹട്ട്, പിന്നെ ബർഗർ കിങ്, ഇതിൻ്റെയൊക്കെ കടകളുണ്ടായിരുന്നു അവിടെ. യൂറോപ്പായിരുന്നു.
2020 ട്രംപ് തന്നെയാണ് വിത്ഡ്രോ ചെയ്യാം. ഇപ്പോഴും ഈ ചെലവ് ചുരുക്കൽ പോലെ അന്നും അങ്ങേരാണത് തുടങ്ങി വെച്ചത്. ബൈഡൻ അത് പൂർത്തിയാക്കിയതാണ്. ഇപ്പോൾ അമേരിക്കയുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് എക്യുപ്മെൻ്റ് ആയുധങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ $7 ബില്യൺ വില വരുന്ന ആയുധങ്ങളുണ്ടെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇപ്പം അത് അഫ്ഗാനിസ്ഥാൻ എടുത്ത് വിൽക്കുകയാണ്. അത് വേണ്ട, അത് ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്ന് ട്രംപ് പറഞ്ഞു. അപ്പോൾ ഒരു ന്യായമായി തിരിച്ചു പോകാൻ ഞങ്ങളുടെ സാധനമുണ്ട്, ഞങ്ങൾക്ക് എടുക്കണം. 7,77,000 റൈഫിൾ ഉണ്ട്. പക്ഷെ അതൊക്കെ താലിബാൻ കൊണ്ടുപോയി കാണും. റൈഫിൾസ് ഒക്കെ 70,000 ട്രക്കുകൾ, കവചിത വാഹനങ്ങളുണ്ട് എന്ന് ട്രംപ് പറഞ്ഞാണ്. പക്ഷേ ഈ താവളമൊക്കെ ഞങ്ങളുടെ കയ്യിലാണ് എന്ന് അഫ്ഗാനിസ്ഥാൻ പറയുന്നത് വിശ്വസിക്കാൻ വയ്യ. അവിടെ ഇപ്പോൾ ഒരു ചുരം തന്നെ ചൈനയുടെ കയ്യിലാണ്. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നതാണ്. ചൈന ഇപ്പോൾ 25 വർഷത്തെ ഓയിൽ എക്സ്ട്രാക്ഷൻ കരാർ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒപ്പിട്ടിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാന് പൈസ വേണമല്ലോ, പൈസയൊന്നും ഇല്ലല്ലോ. ഓയിൽ എക്സ്ട്രാക്ഷൻ $150 മില്യൺ കരാറാണത്. 3 കൊല്ലത്തിൻ്റെ ഉള്ളിൽ, അടുത്ത 3 കൊല്ലത്തിൻ്റെ ഉള്ളിൽ $540 മില്യൺ ആയിട്ടത് വികസിപ്പിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എണ്ണ പര്യവേഷണം ഒക്കെ അഫ്ഗാനിസ്ഥാനിൽ ചൈന നടത്താൻ പോകുന്നു. ചൈനയുടെ ഒരു ഉപഗ്രഹ സ്ഥലമായിട്ട് മാറ്റാൻ ചൈന ആഗ്രഹിക്കുന്നു. പിന്നെ രണ്ടാമത് മൈനിങ്, ഖനനം, ലിത്യം ഉണ്ട്. അത് ഖനനം ചെയ്യാൻ ചൈന പോകും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇലക്ട്രിക് സെമികണ്ടക്ടറും ഒക്കെ ഇല്ലേ. പിന്നെ BRI പദ്ധതികൾ, ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവില്. പിന്നെ ചൈനയാണ് ആദ്യമായിട്ട് ഒരു താലിബാന്റെ സ്ഥാനപതിയെ സ്വീകരിച്ചിരിക്കുന്നത്. താലിബാനെ മറ്റേ ഭരണകൂടത്തെ അംഗീകരിച്ചില്ലെങ്കിലും ഒരു അംബാസഡറെ ബെയ്ജിങ്ങിൽ വെക്കാൻ അനുവദിച്ചത് ആദ്യം ചൈനയാണ്. അത് 2024 ജനുവരിയിൽ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൈനയും അഫ്ഗാനിസ്ഥാനുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് എന്തായാലും അമേരിക്കയ്ക്ക് അറിയാം. അപ്പോൾ ഒരു ഡിറ്ററൻ്റായിട്ട് അവിടെ ഒരു താവളവും സേനയും, അതിനവിടെ ആയുധങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് ഈ ഗ്രീൻലാൻഡൊക്കെ ആവശ്യപ്പെട്ടില്ലേ, പാനമയൊക്കെ, ഇതുപോലെ ഒരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് ട്രംപ് ഇപ്പോൾ. പക്ഷേ അത് പതുക്കെ സ്ട്രെച്ച് ചെയ്ത് വീണ്ടും താലിബാനെ പുറത്താക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയേക്കാം. ടെൻഷൻസ് ഉണ്ടാവും. താലിബാൻ സമ്മതിച്ചിട്ട് അമേരിക്കയ്ക്ക് അവിടെ ചെന്നിറങ്ങാൻ പറ്റുമോ? പ്രയാസമായിരിക്കും. അപ്പോൾ ബലമായി അമേരിക്ക ചെന്നിറങ്ങുമായിരിക്കും. പക്ഷേ അവർക്ക് ഏരിയൽ ഡിഫൻസ് മെക്കാനിസം ഒന്നുമില്ല. ഒന്നുമില്ല. അമേരിക്കൻ വിമാനങ്ങൾ അവിടെ ചെന്നിറങ്ങി കുറച്ച് ആവേറുബടന്മാരൊക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് അമേരിക്ക എടുത്തത് മണ്ടത്തരമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഈ താവളവും സേനയും നിലനിർത്തിയിട്ട് ബാക്കി പോയാൽ മതിയായിരുന്നു. അപ്പൊ ഈ ആയുധങ്ങളൊക്കെ കയ്യിലും. അല്ല, 70,000 ട്രക്കുകൾ തന്നെ പറയുമ്പോഴത്തേക്കും ആലോചിച്ച് നോക്കുക, എത്ര ഹ്യൂജാണ്. 7,77,000 റൈഫിള്. ഈ റൈഫിളൊക്കെയാണ് വേറെ ആളുകളുടെ കയ്യിലേക്ക് താലിബാൻ തീവ്രവാദികളുടെ കയ്യിൽ. അതൊന്നും ഇനി കിട്ടില്ല. ഈ ട്രക്കുകളൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാത്ത അവസ്ഥയായിരിക്കുമോ എന്നറിയില്ല. ചിലപ്പോൾ താലിബാൻ എടുത്തിട്ട് ഇത് ഓടിക്കാനുള്ള കപ്പാസിറ്റി വേണ്ടേ? ട്രക്ക് ഇട്ടിട്ട് കാര്യമില്ല, ഓടിക്കാൻ കഴിയും. വെറുതെ ഓടിച്ചുകൊണ്ട് നടന്നിട്ടും കാര്യമില്ല, ആവശ്യത്തിനല്ലേ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും വർഷം കുറെ എത്ര കഴിഞ്ഞു അല്ലേ? 8-10 വർഷമായി. ഏതായാലും 10 വർഷത്തിന് അടുത്ത് വീണ്ടും ട്രംപിന് വിചാരം ട്രംപായിട്ട് 2021 3 കൊല്ലം ആയുള്ളൂ അമേരിക്കൻ സേന പിൻവാങ്ങിയിട്ട് പൂർണ്ണമായും പിന്മാറിയിട്ട്. പക്ഷേ പതുക്കെ വിഡ്രോ ചെയ്യാനുള്ള നീക്കങ്ങൾ കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. അതൊരു നാഷണൽ വേസ്റ്റ് ആണ്. നമ്മുടെ ആളുകൾ ഇതിനവിടെ 2020 മുതൽ നടക്കുന്നുണ്ട്. ഏതായാലും അമേരിക്ക പതുക്കെ അമേരിക്ക അതിൻ്റെ കൈകളും ചിറകുകളും, അമേരിക്കയുടെ കഴുകനാണല്ലോ, ചിറകുകൾ വിടർത്തി ലോകം. കാരണം നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല അമേരിക്ക ഒരു സാമ്രാജ്യത്വ സ്വഭാവത്തിൽ ലോകരാജ്യങ്ങളെ കീഴടക്കി പോകും നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോൾ ഗാസ വേണമെന്ന് പറയുന്നു, പാനമ വേണമെന്ന് പറയുന്നു, ഗ്രീൻലാൻഡ് വേണമെന്ന് പറയുന്നു, കാനഡ വേണമെന്ന് പറയുന്നു. കാനഡയെ ഇയാളെ ട്രൂഡോയെ ഗവർണർ ഓഫ് കാനഡ എന്നേ വിളിക്കത്തുള്ളൂ. അതിനു മുമ്പ് ഫൂൾ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്, ഇഡിയറ്റ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അതിനേക്കാൾ കടുപ്പമുള്ള സംഗതി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ട്രംപ്. അതെന്താ? ട്രൂഡോ കാസ്ട്രോയുടെ മകനാണെന്ന് അതെഴുതിയിട്ടുണ്ട്, നമ്മൾ നേരത്തെ സംസാരിച്ചാണ്. അതൊന്ന്. പിന്നെ 51ാമത്തെ സ്റ്റേറ്റാണ് കാനഡ എന്ന് പറയുന്നു. ഇങ്ങനെ വല്ലാതെ ഒരു അമേരിക്കൻ സാമ്രാജ്യത്വ മോഹങ്ങൾ
അമേരിക്ക വല്ലയിടത്തൊക്കെ യുദ്ധം ചെയ്യുന്നു, തിരിച്ചു കൊടുത്തു. ഇറാഖിലൊക്കെ കണ്ടിട്ടും അമേരിക്ക അവിടെ നിന്നില്ല. പക്ഷേ അമേരിക്കയ്ക്ക് സ്വന്തം രാജ്യത്തിൻ്റെ ഭാഗമായി എനിക്ക് തോന്നുന്നത് അമേരിക്കയ്ക്ക് കുശുമ്പാണോ? കാരണം ഈ ഏഷ്യയിലും യൂറോപ്പിലുമായി ഒരേപോലെ വ്യാപിച്ചു കിടക്കുന്ന വലിയ രാജ്യമായിരുന്നു USSR. അത് ഡിസോൾവ് ചെയ്തതിന് ശേഷവും റഷ്യ ഇപ്പോൾ 2 ഭൂഖണ്ഡങ്ങളായിട്ട് കിടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂവിസ്തൃതിയുള്ള രാജ്യം ഇപ്പോഴും റഷ്യ തന്നെയാണ്. അതുപോലെ ഞങ്ങൾക്കും വലിയ ഭൂവിസ്തൃതിയുള്ള സ്ഥലമാണ് കാനഡയോടെ ചേർത്ത് കഴിഞ്ഞാൽ റഷ്യയെ പോലെ ഒരു ജിയോളജിക്കലി അല്ലെങ്കിൽ ജിയോഗ്രാഫിക്കലി ഞങ്ങളും ഒരു വലിയ രാജ്യമായി മാറും എന്നുള്ള ഒരു തോന്നലാണോ? അപ്പോൾ അമേരിക്ക എന്ന് പറയുമ്പോൾ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ അമേരിക്കൻ ഭൂഖണ്ഡം മുഴുവൻ അമേരിക്കയായി മാറണം എന്നൊരു മോഹം ട്രംപിൻ്റെ കൈ കാണുമോ? ട്രംപിന് അതുമാത്രമല്ല, ട്രംപ് കച്ചവടത്തിന് വേണ്ടിയിട്ട് ആദ്യം ഇത്തിരി കൂട്ടി പറയുന്നതായിട്ടാണല്ലോ ഇപ്പൊ പലതും. ഇപ്പൊ അത് മരവിപ്പിച്ചില്ലേ, മെക്സിക്കോയുടെ ഏപ്രിൽ 2 വരെ എന്നൊക്കെ പറഞ്ഞിട്ട്. മെക്സിക്കോയുടെ പേര് മാറ്റി ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കി. അങ്ങനെ പറയാറുള്ളൂ. അപ്പൊ നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് വരട്ടെ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വരട്ടുകയാണ് ആദ്യമൊക്കെ. ഇപ്പൊ ഏപ്രിൽ 2 അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് അത് പോയല്ലോ. ഇവരൊക്കെ അനുസരിക്കുന്നുണ്ട്. ഇപ്പോ എല്ലാവരും അനുസരിക്കുന്നുണ്ട്. എല്ലാവരും ഇതിപ്പോ നമ്മളിവിടെ കേരളത്തിൽ ഈ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു സംഗതി ഇല്ലേ, അമേരിക്കയിൽ ഫെന്റനിൽ എന്ന് പറയുന്നത് യുവാക്കളെ മുഴുവൻ വഴിതെറ്റിക്കുന്നുണ്ട്. ഈ ഫെന്റനിൽ എന്ന് പറയുന്നത് ഈ ഇവിടെ നിന്നൊക്കെ പോകുന്നുണ്ട്. കാനഡ, ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് മെക്സിക്കോ അതിർത്തി കിടന്ന് ഇങ്ങനെ ഇപ്പൊ കാർട്ടലുകൾ 29 എണ്ണം കൈമാറുന്നതായിട്ട് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചില്ലേ മെക്സിക്കോ. അപ്പോൾ ആ ഫെന്റനിൽ എന്ന് പറയുന്നത് വലിയ മയക്കുമരുന്ന് പ്രശ്നമായിട്ട് യുവാക്കളൊക്കെ ഈ ചുമ്മാ പോയി ആളുകളെ വെടിവെച്ച് സ്കൂളിൽ കൊല്ലുന്നതൊക്കെ ഇതൊക്കെ കുത്തിവെച്ച് പോയിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമാണ്. ഏതായാലും അമേരിക്കൻ പട അഫ്ഗാനിലേക്ക് വരികയാണ്. നമുക്ക് അത് എന്ന് വരുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.